നമ്മെ തെറ്റിക്കാൻ നോക്കുന്ന അനേക ഉപദേശങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. അനേകം കഷ്ടങ്ങൾ നാം അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഈ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് 1 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായമാണ്. അവിടെ അന്ത്യകാലത്ത് നടക്കാൻ ഇരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് തിമോത്തിയോസിന് വ്യക്തമായ ആലോചന, ചില സത്യങ്ങൾ ദൈവാത്മാവ് അവനെ പ്രബോധിപ്പിക്കുകയും എപ്രകാരം ഒരു ശുശ്രൂഷകൻ ആയിരിക്കണമെന്നൊക്കെയും പറയുന്നതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3 സത്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 6-ാം അധ്യായത്തിൽ വാക്യത്തിൽ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ എന്ന് പറയുന്നു. മേൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അന്ത്യകാലത്ത് വിശ്വാസം ത്യജിക്കേണ്ട ഒരവസ്ഥ കടന്നു വരും. അപ്പം അന്നേരം നമ്മൾ എപ്രകാരമായിരിക്കണം? നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഓടുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും വിശ്വാസം ത്യജിക്കേണ്ട കാര്യത്തിൽ നമുക്ക് ഒരുപക്ഷെ ഏർപ്പെട്ടു വന്നേക്കാം. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് എനിക്കെന്നും കഷ്ടതയാണല്ലോ എന്നൊക്കെ നാം പലതും പറഞ്ഞ് നമ്മളെ പലരും തെറ്റിക്കാൻ, ഭക്തിവിരുദ്ധമായ അല്ലെങ്കിൽ ദുരുപദേശങ്ങളാലൊക്കെ നമ്മളെ പലരും തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെ വിശ്വാസം കർത്താവിന് വേണ്ടി നമ്മൾ എപ്രകാരമാണ് നിൽക്കേണ്ടത്, ഈ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാൻ ഇടയായി തീരട്ടെ. അതുപോലെ തന്നെ 7-ാം വാക്യത്തിൽ കാണുന്നു, ഭക്തിവിരുദ്ധമായ കീഴ്വീക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അപ്പം നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ നാം ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ സത്യത്തെ നമ്മൾ അഭ്യാസനം ചെയ്യുന്നവരായിരിക്കണം. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പോൾ ദൈവഭക്തി നാം മുറുകെ പിടിച്ചുകൊണ്ട് നല്ല മനസാക്ഷിക്കൊത്തുവണ്ണം നമ്മുടെ ക്രിസ്തു ജീവിതം നയിക്കാനിടയായി തീരണം. ഈ വക കാര്യങ്ങൾ, ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മെ തെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിലനിന്നാൽ നമുക്ക് ആ നിത്യതയിൽ എത്തിച്ചെല്ലുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ താഴോട്ട് പറഞ്ഞു വന്നിട്ട് 12-ാം വാക്യത്തിൽ കാണുന്നതിന് യൗവനം ആരും തുച്ഛീകരിക്കരുത്. അപ്പം ഇന്ന് നാം ഓരോരുത്തരും യങ്സ്റ്റേഴ്സായിട്ടൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ യൗവനത്തെ നോക്കി ആരും തുച്ഛിക്കാൻ ഇടയാകരുത്. നമ്മൾ എപ്പോഴും നാം കർത്താവിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സാക്ഷ്യമുള്ളവരായി മാതൃകയുള്ളൊരു ജീവിതം നയിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരാത്മാവിനെ കൂടെ ദൈവത്തിന് വേണ്ടി നേടുവാൻ നമ്മുടെ പ്രവൃത്തിയിൽ നാം എപ്രകാരം ഒരാളെ സ്നേഹിക്കുന്നു, എപ്രകാരം നമ്മുടെ വിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നു, എപ്രകാരം നമ്മുടെ നിർമ്മലതയിൽ നാം കാത്തു സൂക്ഷിക്കുന്നു എന്നൊക്കെയും മറ്റുള്ളവർ കാണുമ്പോൾ അതിന് നമ്മുടെ പ്രവൃത്തി നിമിത്തം മറ്റുള്ളവർക്ക് യേശുക്രിസ്തുവിനെ ആകർഷിക്കാൻ അത് കാരണമായി തീരും. ആ സത്യം നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് 2-ാമത്തെ വിഷയം. 3-ാമത്തെ വിഷയം 13-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ വരുവോളം ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സത്യം നമ്മൾ കർത്താവ് വരുവോളം ഇതിൽ നമ്മൾ നിലനിന്നാൽ നമുക്ക് അന്ത്യത ലക്ഷ്യമാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അന്ത്യകാലത്തിൽ നമ്മെ തെറ്റിക്കാൻ നോക്കുന്ന അനേക ഉപദേശങ്ങൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. അനേകം കഷ്ടങ്ങൾ നാം അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഈ കഷ്ടതയിൽ കൂടെ ഒക്കെ നാം ഒരുപക്ഷെ നിത്യതയിൽ എത്താൻ സാധിക്കും. അവിടെ നമ്മൾ തളർന്നു പോകാതെ ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിന് നല്ല ഭടനായി പോര് സഹിച്ച് ആ നിത്യത ലക്ഷ്യമാക്കുവാൻ, പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.